എന്തായാലും ഈ സിനിമയുടെ ഒരു 2 വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച്, അഭിനയം മാറ്റിവെച്ച്, അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ ഇപ്പം എൻ്റെ ഈ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി, ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും, ഇത് വിദേശ രാജ്യങ്ങൾ USA, UK, ദുബായ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രയും, അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ, അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. പലരും ചോദിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ്. ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമയായില്ല. ഇപ്പോൾ 1000 കോടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു. കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതെല്ലാം ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി. അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത്. ഗോപാലേട്ടൻ, എനിക്ക് ഏതാണ്ട് 45 വർഷമായിട്ടറിയാം അദ്ദേഹത്തെ. ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ 45 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പം കാണുമ്പോഴും അതേ ചിരിയും അതേ മുഖം. പിന്നെ ഇതിനൊരു മനസ്സ് വേണം ഒരു സിനിമയെ സഹായിക്കാൻ. ഒരു ഗോപാലേട്ടൻ നമ്മൾ വിളിച്ച്, ഗോപാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത്, അയ്യോ മോനെ അത് ഞാൻ കുറച്ച് കഷ്ടമാണ്, നമുക്ക് പിന്നെ ചിന്തിക്കാം, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ പോകുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അന്ന് സാധിച്ചില്ല, പല കാരണങ്ങളുകൊണ്ടാണ്. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലേട്ടൻ ഞങ്ങൾ കാത്തിരുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട, വേറെ നന്ദി പറയേണ്ട മിസ്റ്റർ കൃഷ്ണമൂർത്തിയോടാണ്. തീർച്ചയായിട്ടും ഗണേഷ് പിള്ള, കൃഷ്ണമൂർത്തിയൊക്കെ വളരെയധികം. ഞാൻ ചോദിച്ചു എത്ര നാളായി വീട്ടിൽ പോയിട്ടെന്ന്. ഇപ്പോൾ പറഞ്ഞു 3-4 മാസമായിരുന്നു പറഞ്ഞു. ഞാൻ ആ 3-4 മാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 1350 സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ്, UAE-ലേത് 1000 ഒന്നുമല്ല, എത്രയാണ് ആൻ്റണി? 1000 നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയും. അതുപോലെ ജർമ്മനിയിൽ. എന്തായാലും ഇങ്ങനൊരു വലിയ സിനിമ, ഇതൊരു നിമിത്തമാണ്, ഇത് സംഭവിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു യു. ഞങ്ങളൊരു കാര്യം ഉണ്ടാക്കി, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇതൊരു എൻ്റർടൈനർ ആണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കലാമൂല്യം. അത്തരത്തിൽ വളരെയധികം വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും, സാറേ സിനിമ എന്തായി? കാര്യം ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത്, ഇതൊരു ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന്. എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ. ഞാൻ പറഞ്ഞൊരു ബാഹുബലി, ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത്. ഒരു KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ. അതുപോലെ പിൽക്കാലത്ത്, ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് എമ്പുരാൻ വഴിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക്, ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക്, പ്രേക്ഷകർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എമ്പുരാൻ നല്ലൊരു വിജയമായി മാറട്ടെ. നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ്. ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത്. നന്ദി.
നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.